കൈകളിലെ ചുളിവുകൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവുന്നുണ്ടോ? മനസ്സിന് വിഷമമാവുന്നുണ്ടോ? നമ്മൾക്ക് ചുളിവുകളൊക്കെ മാറ്റാനായിട്ടുള്ള ഒരു പരിഹാരമാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നമ്മളുടെ മുഖത്തിനേക്കാളും പെട്ടെന്ന് തന്നെ നമ്മളുടെ കൈകളുടെ സ്കിന്നിന് ഏജ് ആകുന്നത് കാണിച്ചു തുടങ്ങും. ചെറിയ ചെറിയ ചുളിവുകളും പെട്ടെന്ന് ഡിസ്കളറേഷൻ വരിക, പെട്ടെന്ന് കളറ് കുറഞ്ഞു വരിക, കയ്യിൻ്റെ വിരലിൻ്റെ മുട്ടുകളൊക്കെ കറുത്ത് തുടങ്ങുക, അല്ലെങ്കിൽ പെട്ടെന്ന് ചുളിവുകൾ വരിക. ആരും കാണാതെ നമ്മൾ കൈകൾ മറച്ചു വയ്ക്കാനും ഒക്കെ ശ്രദ്ധിക്കാറുണ്ട് അല്ലേ? നമ്മൾക്ക് ആദ്യം വേറൊരു ഇതുണ്ട്, കുറച്ച് ഏജ് ആകുമ്പോൾ കാൽസ്യം ഡെഫിഷ്യൻസി ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മളുടെ നഖങ്ങൾ വളർത്താൻ പറ്റാതെ പൊട്ടി പോകുന്ന ഒരവസ്ഥയുണ്ടാകും. പെട്ടെന്ന് തന്നെ നഖങ്ങളുടെ മുന നമ്മൾ എത്ര വളർത്തിയാലും ഒടിഞ്ഞു പോവുകയൊക്കെ ചെയ്യും. ഇതൊക്കെ ചിലർക്ക് ഒരു ആഫ്റ്റർ 25, ചിലർക്ക് ആഫ്റ്റർ 30, ചിലർക്ക് ആഫ്റ്റർ 40, ആഫ്റ്റർ 50 ഒക്കെ കാണുന്ന ഒരു കാര്യമാണ്. എന്നാൽ ചിലരൊക്കെ എത്ര ഏജ് ആയാലും വളരെ മനോഹരമായിട്ട് കൈകൾ ട്രിം ചെയ്ത് വെക്കുകയും നഖങ്ങൾ ട്രിം ചെയ്ത് വെക്കുകയും ക്യൂട്ടിക്കിൾസ് ഒക്കെ ക്ലിയർ ചെയ്യുകയും കൈയുടെ സ്കിന്നിനെ വളരെ മനോഹരമായിട്ട് സൂക്ഷിക്കുന്ന ഒരുപാട് പേരെ നമുക്കറിയാം അല്ലേ? നമ്മൾക്കും അങ്ങനെയൊക്കെ കാണുമ്പോൾ വളരെ ആഗ്രഹമുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്താൽ കൊള്ളാമായിരിക്കും, ഇത് ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും, നമ്മളെ കൊണ്ടൊന്നും സാധിക്കില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ അങ്ങനല്ല, നമ്മൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് കൈയിൻ്റെ സ്കിന്നിനെ ബ്രൈറ്റ് ആക്കാനും ചുളിവുകളില്ലാതെ സൂക്ഷിക്കാനും ഒക്കെ. അതിലാദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ വൈറ്റമിൻസും മിനറൽസും ഒക്കെ അകത്തോട്ട് എടുക്കുന്നുണ്ട്, നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ഹാർഷായിട്ടുള്ള കെമിക്കൽസ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാത്തിനും തന്നെ സ്കിന്നിലേക്ക് ഹാർഷായിട്ടുള്ള കെമിക്കൽസ് അവോയ്ഡ് ചെയ്യുക. നമ്മൾ തുണി നനയ്ക്കാൻ ഉപയോഗിക്കുന്ന ഡിറ്റർജൻറ്റ് ഏതാണെന്നൊന്ന് ചെക്ക് ചെയ്യുക. പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ഡിഷ് വാഷ് ഏതാണെന്നൊന്ന് ചെക്ക് ചെയ്യുന്നതൊക്കെ നല്ലതാണ്. ഇതിനൊക്കെ പുറമേ നമ്മളുടെ കൈകളെ നമ്മൾക്കൊന്ന് സൗന്ദര്യ സംരക്ഷണത്തിലേക്ക് പരിപാലിക്കാൻ പറ്റും. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അങ്ങനെ ഒരു വീഡിയോ ആണ്. ഇത് നിങ്ങൾ 15 ദിവസത്തിൽ ഒരു ദിവസം മാത്രം ഇങ്ങനെ ചെയ്താൽ മതിയാകും. സമയമുള്ളപ്പോൾ 15 days once അല്ലെങ്കിൽ മന്ത്ലി ട്വൈസ് നിങ്ങൾ ചെയ്തു നോക്കുക. ഉറപ്പായിട്ട് നിങ്ങളുടെ കൈകൾ അടിപൊളിയാകും. ഇതല്ലാതെ തന്നെ ഇത് ചെയ്ത് കഴിഞ്ഞ് ഈ ഒരു 15 ദിവസം ഒരു പ്രാവശ്യം ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മളുടെ കയ്യിലേക്ക് ഹാൻഡ്സ് ബ്രൈറ്റനിങ് ക്രീം തേക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ അല്ല, നിങ്ങൾക്ക് അതില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ വീഡിയോയുടെ എൻഡിൽ പറയാം. അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് പോകാം. എങ്ങനെയാണ് നമ്മുടെ കൈകളെ പരിപാലിക്കുന്നത്, പട്ടുപോലെ മൃദുലമായിട്ടുള്ള കൈകൾ കിട്ടാനായിട്ടെന്ന് നമുക്ക് നോക്കാം. ചുളിവുകൾ മാറ്റാനുള്ള 3 സ്റ്റെപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ നോക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ആദ്യം ചേർക്കുന്നത് ആവണക്കെണ്ണയാണ്, കാസ്റ്റർ ഓയിൽ ആണ്. കാസ്റ്റർ ഓയിലേക്ക് കുറച്ച് പൊടിച്ച പഞ്ചസാര, ഷുഗർ ആണ് നമ്മൾ ചേർക്കുന്നത്. പിന്നെ നമ്മൾ ചേർക്കുന്നത് ചമമോലി ഫ്ലവേഴ്സ് ആണ്. ഇത് വാങ്ങിക്കാൻ കിട്ടും. ഈ ഫ്ലവേഴ്സിന്റെ കുറച്ച് ഫ്ലവേഴ്സ് വളരെ നല്ലതാണ്, സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനും കളർ തരാനും സൺ ടാൻ മാറ്റാനും ചുളിവുകൾ മാറ്റാനും ഒക്കെ നല്ലതാണ്. ഇത് നന്നായിട്ട് ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്യുക. കാസ്റ്റർ ഓയിൽ നമ്മൾക്കറിയാം ചുളിവ് മാറ്റാൻ ഏറ്റവും നല്ല ഒരു ഇൻഗ്രീഡിയന്റ് ആണ് കാസ്റ്റർ ഓയിൽ. ഇത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്യുമ്പോൾ ഷുഗറിന്റെ എഡ്ജസ് ഒക്കെ ഒന്ന് സോഫ്റ്റ് ആകും. ഒന്ന് പൊടിച്ചിട്ടെടുത്താൽ വളരെ നല്ലതാണ്. കാരണം ആന്റി ഏജിങ്ങിലെ ഷാർപ്പ് സാധനങ്ങൾ മുഖത്തിലോ കൈകളിലോ ഒന്നും ഇട്ട് തേക്കരുത്. ഇതുപോലെ നമ്മുടെ കൈകളിൽ നന്നായിട്ട് വളരെ പ്രഷർ കുറച്ച് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക. 2 കൈകളിലും വളരെ സ്മൂത്ത് ആയിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ആ ചമമോലി ഫ്ലവേഴ്സ് ഒക്കെ മസാജ് ചെയ്യുമ്പോൾ അതിന്റെ എക്സ്ട്രാക്റ്റ് ഒക്കെ നമ്മുടെ കൈകളിലേക്ക് കിട്ടി നമ്മുടെ കയ്യിലുണ്ടാകുന്ന ടാനും കറുത്ത കളറും കുറച്ച് ചുളിവുകളൊക്കെ മാറാനൊക്കെ നമുക്ക് നല്ല ഒരു ട്രീറ്റ്മെന്റ് ആണ്. അടുത്തത് നമ്മൾ കൈകളുടെ ബ്രൈറ്റ്നസ് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ എക്സ്ഫോളിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ. നെക്സ്റ്റ് നമ്മൾ ഒരു പാക്ക് ഉണ്ടാക്കി കയ്യിലിടാൻ പോവുകയാണ്. ഇതിലേക്ക് നമ്മൾ ആദ്യം ചേർക്കുന്നത് കോളിൻ ക്ലേ ആണ്. ചർമ്മത്തിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനും ഷൈൻ തരാനും ഏജിന്റെ സൈൻസിനെ മാറ്റാനും റിങ്കിൾസ് കുറയ്ക്കാനും ഒക്കെ ഒരുപാട് നല്ലതാണ്. അതിലേക്ക് നമ്മൾ ആഡ് ചെയ്തത് ജോജോബ ഓയിൽ അല്ലെങ്കിൽ ജോജോബ ഓയിലും നമ്മളുടെ സ്റ്റോറിലുള്ള വൈൽഡ് റോസിന്റെ മോയ്സ്ചറൈസറുമാണ്. ഇത് സാഫ്രോൺ ഒരു 8 hours റോസ് വാട്ടറിൽ കുതിർത്ത് വെച്ചതിന്റെ എസൻസ് ആണ്. ഇതും കൂടെ നമ്മൾക്ക് ചേർക്കാം. ഇതും കൂടെ ആകുമ്പോഴേക്കും നമ്മുടെ കൈയുടെ കളർ നല്ല ബ്രൈറ്റ് ആകുകയും
നമ്മുടെ കയ്യിലുണ്ടാകുന്ന റിങ്കിൾസ് കുറയുകയും ബ്ലാക്ക് ഡോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കൈയിന്റെ മുട്ടുകളൊക്കെ നിങ്ങൾക്ക് കളർ മാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒക്കെ നല്ല കളർ തരാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ്. ഇത് നമ്മുടെ കയ്യിൽ നല്ല ഒരു പായ്ക്കായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാനാണ് പോകുന്നത്. കൈ വാഷ് ചെയ്ത് നല്ല നീറ്റാക്കി നമ്മൾ വെച്ചിട്ടുണ്ട് എക്സ്ഫോളിയേറ്റ് ചെയ്തിട്ട് മാത്രം പായ്ക്കിട്ടാലേ നിങ്ങൾക്ക് അതിന്റെ ഫുൾ യൂസ് കിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇതുപോലെ നിങ്ങൾക്ക് എവിടെയാണോ റിങ്കിൾസ് ഉണ്ടെന്ന് തോന്നുന്നത് കൈക്ക്, അല്ലെ ചുളിവുകൾ വീണിട്ടുണ്ടെന്ന് തോന്നുന്നു, അവിടം കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾക്ക് പായ്ക്ക് ഒരുവിധം നല്ല തിക്കായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ രണ്ട് കൈയിലും പായ്ക്കിടണം. ഒരു കൈ മാത്രം ഇട്ടിട്ടിരിക്കരുത്. കൈ മടക്കുന്ന ഭാഗങ്ങളിലൊക്കെ ആയിരിക്കും നമ്മൾക്ക് ആദ്യം ചുളിവുകൾ വീഴാൻ തുടങ്ങുക. അതുപോലെ തന്നെയാണ് ഫേസിലും. നമ്മൾ നെറ്റി ചുളിച്ച് പുറത്തോട്ടൊക്കെ നോക്കുമ്പോഴാണ് നെറ്റിക്ക് ചുളിവുകൾ വീഴുന്നത്. ഏത് പ്രായക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു പാക്കും എക്സ്ഫോളിയേറ്ററും ഒക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ നമ്മളുടെ കയ്യിൽ ആ പായ്ക്കൊന്ന് ചെറുതായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓൾറെഡി കുറച്ച് അതിന്റെ എസൻസ് ഒക്കെ അബ്സോർബ് ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മളിങ്ങനെ പതുക്കെ റബ്ബ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾക്കൊരു മസാജ് കിട്ടുകയും കയ്യിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും അപ്പോൾ ആ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത് കാരണം നമ്മളുടെ റിങ്കിൾസ് ഒക്കെ കുറയുകയും ചെയ്യുന്നതാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടത് ആന്റി ഏജിങ് ഓയിൽ നമ്മൾ മസാജ് ചെയ്യുക എന്നുള്ളതാണ്. ഇതുപോലെയാണ് ആന്റി ഏജിങ് ഓയിൽ നമ്മൾ ഫേസിലേക്കും അല്ലെ കൈകളിലേക്കും അല്ലെ നിങ്ങൾ എവിടെയാണ് തേക്കുന്നതെന്ന് അവിടേക്ക് നമ്മൾ എടുക്കേണ്ടത്. ഒരുപാട് കോരി വാരി ഒഴിക്കണമെന്നില്ല. എന്തെങ്കിലും ഒരു മീഡിയേറ്റർ, അതായത് ഫില്ലറോ എന്തെങ്കിലും കൊണ്ട് ഇതുപോലെ തുള്ളി തുള്ളിയായിട്ട് എടുത്തിട്ട് നമ്മൾക്ക് വേണ്ട ഭാഗത്ത് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ജെന്റിലി മസാജ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഫേസ് ആണെങ്കിൽ അപ്വേർഡ് ഡയറക്ഷനിൽ സർക്കുലർ മോഷനിൽ മസാജ് ചെയ്യുക. കൈ ആണെങ്കിലും സർക്കുലർ മോഷനിൽ മസാജ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കൈകൾ ഇതുപോലെ തന്നെ മസാജ് ചെയ്യുക. നമ്മൾ വേണ്ട ഭാഗം നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. നമുക്ക് ചുളിവുകൾ ഉണ്ടെന്ന് തോന്നുന്നിടത്ത് കുറച്ചൊന്ന് എക്സ്ട്രാ കോൺസെൻട്രേഷൻ കൊടുക്കുന്നത് നല്ലതാണ്. കൈകൾ എപ്പോഴും നല്ല ഭംഗിയായിട്ടിരിക്കും. ലാസ്റ്റ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഹാൻഡ് വൈറ്റനിങ് ക്രീം ആണിത്. ഇതെല്ലാം നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പർ ചെക്ക് ചെയ്യാവുന്നതാണ്. ഹാൻഡ് വൈറ്റനിങ് ക്രീം നമ്മൾക്ക് ഇതുപോലെ കയ്യിൽ തേച്ചിട്ട് നമ്മൾക്ക് റെസ്റ്റ് ചെയ്യാവുന്നതാണ് ഹാൻഡ്സ്. ഇത് 15 days once അല്ലെ മന്ത്ലി 2 times നിങ്ങൾക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൈ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങളോട് അസൂയ വരുന്നത് പോലത്തെ കൈകൾ കിട്ടും. അപ്പോൾ വീഡിയോ കണ്ടല്ലോ. ഇങ്ങനെ നിങ്ങളൊരു 15 ദിവസത്തിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്യൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ചെയ്യൂ, അത്ര നല്ലതാണ്. ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താലും വളരെ നല്ലതാണ്. 15 ദിവസത്തിൽ ഒരു പ്രാവശ്യം ചെയ്താലും വളരെ നല്ലതാണ്. നിങ്ങൾക്ക് ഇതിനൊക്കെ ഓൾട്ടർനേറ്റീവ്സ് നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിച്ച് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആകുന്നുണ്ട് സ്കിന്നിലേക്ക് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉപയോഗിക്കാവുന്നതാണ്. ഈ പ്രോഡക്റ്റ് ഒക്കെയും നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുണ്ട്. വീഡിയോയിലും നമ്മൾ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാറുണ്ട് കോൺടാക്ട് നമ്പർ. നിങ്ങൾക്ക് ആ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് വാട്സപ്പിലേക്ക്. സോ നിങ്ങൾക്ക് അതിനുള്ള റിപ്ലൈ കിട്ടുന്നതായിരിക്കും. ഈ പ്രോഡക്റ്റുകളെല്ലാം തന്നെ അവൈലബിൾ ആണ്. ഇത് മാത്രമല്ല, നമ്മൾക്ക് ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട്. നമ്മുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കയറി നോക്കാണ്. സൈറ്റിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ സ്കിൻ കെയർ എന്ന് പറയുന്നത് മുഖത്തിൻ്റെ കെയർ മാത്രമല്ല, നമ്മുടെ ടോട്ടൽ ബോഡിയുടെ സ്കിന്നിനെ കെയർ ചെയ്യുക, കൈയിൻ്റെ സ്കിന്നിനെ കെയർ ചെയ്യുക, അതുപോലെ തന്നെ കാലുകൾ വളരെ മനോഹരമാക്കി വെക്കുക, അല്ലേ? നല്ല ഭംഗിയുള്ള കാലുകൾ കാണുമ്പോൾ നമ്മൾക്ക് ഭയങ്കര ആഗ്രഹമാണ്. അതേപോലെ തന്നെ കാലൊക്കെ വെടിച്ച് കാലൊക്കെ പൊട്ടി അതിനകത്ത് അഴുക്കൊക്കെ കയറി, അല്ലെങ്കിൽ അതൊന്നും പൊട്ടാതെ തന്നെ വീട്ടിൽ കൂടെ സ്ലിപ്പർ ഇട്ടുകൊണ്ട് നടക്കാനായിട്ട് ശ്രമിക്കുക. വീട്ടിനകത്തേക്ക് ഇടാനായിട്ട് പ്രത്യേകിച്ചൊരു സ്ലിപ്പർ തന്നെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് നല്ലതായിരിക്കും. ആ സ്ലിപ്പർ 3 months once മാറ്റണം എന്നുള്ളതും മറക്കരുത്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കാലിൻ്റെ ബാലൻസിങ്ങിൻ്റെ ആ ഒരു അക്യുപഞ്ചറിൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് ഒരുപാട് പോവുകയും അവിടോട്ട് പ്രഷർ കൊടുക്കുകയും ആ ഒരു പെയിൻ അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് സ്ഥിരമാകുകയും ചെയ്യുമ്പോൾ നമ്മൾക്ക് പെയിൻ കൂടും. അപ്പോൾ നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള സ്ലിപ്പർ ഇടാൻ ശ്രമിക്കണം. ഒരുപാട് ഹാർഷായിട്ട് നമ്മുടെ കാലയിലോട്ട് ഇങ്ങനെ റബ്ബ് ചെയ്യുന്ന പോലത്തെ, ഫ്രിക്ഷൻ ഉണ്ടാകുന്ന പോലത്തെ ചപ്പലുകൾ ഉപയോഗിക്കാതിരിക്കുക. അതൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കാലിൻ്റെ കെയറും ഞാനൊരു പ്രാവശ്യം വീഡിയോ ആയിട്ടിടാം. ഇതുപോലെ തന്നെ കാല് നമുക്ക് കെയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊക്കെ നമ്മുടെ കോൺഫിഡൻസിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ മുഖത്തിനേക്കാളും ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുന്നത് ദിവസവും നമ്മുടെ കൈകളിലേക്കാണ്, അല്ലേ? ആ കൈകൾ വളരെ ഭംഗിയാണെങ്കിൽ തന്നെ നമ്മൾക്ക് സ്വയം ഒരു കോൺഫിഡൻസ് ഉണ്ടാവും, ഓക്കെ നമ്മുടെ മുഖവും നല്ലതായിരിക്കും എന്നുള്ളത്. അപ്പോൾ
നമ്മളെ ഏറ്റവും കൂടുതൽ ആശ്വസിപ്പിക്കാൻ പറ്റുന്നത് കൈകളെ സൗന്ദര്യമുള്ളതാക്കി വെക്കുക എന്നുള്ളതാണ്. കൈകൾ സൗന്ദര്യമുള്ളതാക്കി വയ്ക്കാൻ ഇതുപോലെ പല പല ചെറിയ ചെറിയ കുറുക്ക് വഴികളുമുണ്ട്. അതൊക്കെ നമ്മൾ ഷോർട്സ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനാണ് നമ്മുടെ ഷോർട്സ്. ഇപ്പം ഞാൻ ഷോർട്സ് ഇട്ടിട്ട് 2 ദിവസമായി അതുപോലെ തിരക്കാണ്. അതുകൊണ്ടാണ് ഷോർട്സ് ഇടാൻ ഒന്നും സമയം കിട്ടാത്തത്. പിന്നെ സമ്മർ തുടങ്ങിയത് കൊണ്ട് അതിൻ്റേതായ ഒരു ഡിസ്റ്റർബൻസും ഉണ്ട്. വളരെ അങ്ങനെ രണ്ടും കൂടെ ചേർന്നുള്ള ഒരു തിരക്കായിട്ടുള്ള ഒരു സമയമാണ്. ഷോർട്സ് ഞാൻ ഇടാം. നാളെ കഴിയുമ്പോൾ ഷോർട്സ് ഇടാൻ തുടങ്ങാം. നിങ്ങൾക്ക് അതിനകത്ത് ചെക്ക് ചെയ്യാവുന്നതാണ്. ചെറിയ 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 ഹോം റെമഡീസ്. ഇപ്പോൾ നമ്മൾ പ്രോഡക്റ്റുകളൊക്കെ വാങ്ങി നമ്മളുടെ പ്രോഡക്റ്റുകൾ പ്ലസ് റിസൾട്ടായിരിക്കും. ഹോം റെമഡീസ് പറയുമ്പോൾ അതിനൊരു പ്ലസ് റിസൾട്ട്, അതാണ് വ്യത്യാസം. ഓക്കെ, അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് ഇത് നോക്കാവുന്നതാണ്. പറ്റുന്നവർക്ക് വെരി കോൺഫിഡൻ്റ്ലി ഹാപ്പിലി യു ക്യാൻ ബൈ ദ പ്രോഡക്ട്സ്. സോ എൻജോയ് ദ പ്രോഡക്ട്സ്. അതേപോലെ തന്നെ ഒരിക്കലും നമ്മളെ കെയർ ചെയ്യുന്നത് മറക്കരുത്. ഒരിക്കലും വിശ്വസിക്കരുത് വേറൊരാൾ വന്ന് നമ്മളെ കെയർ ചെയ്യും. വേറൊരാൾ എന്നത് ആര് തന്നെ ആയിക്കോട്ടെ, നമ്മളല്ലാതെ ബാക്കി എല്ലാവരും തന്നെ ഈ ലോകത്ത് വേറൊരാളാണ്. നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മൾ രണ്ടും ഒന്നാണ്, നമ്മൾക്കിതാണ് അത്, അങ്ങനെ ഒന്നുമേ അല്ല കേട്ടോ. നമ്മളല്ലാതെ വേറൊരാൾ എന്ന് പറയും, വേറൊരു ഹ്യൂമൻ ബീയിങ് ഇൻ ദിസ് വേൾഡ് ഈസ് സെപ്പറേറ്റ് ഫ്രം us, അപ്പാർട്ട് ഫ്രം us. ഓക്കെ, അത് ഒരിക്കലും മറക്കരുത്. നമ്മൾ തന്നെ നമ്മളെ കെയർ ചെയ്യണം. ഒരിക്കലും നമ്മളുടെ സമാധാനത്തിനെ വേറൊരാൾ റൂയിൻ ചെയ്യാനായിട്ട് സമ്മതിച്ചു കൊടുക്കാതിരിക്കുക. ഓക്കെ, അവരെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കരുത് നമ്മളുടെ സമാധാനം, അവരെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കരുത് നമ്മളുടെ സൗന്ദര്യ സംരക്ഷണം, അവരെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കരുത് നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻസ്. ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ബ്രില്യൻ പാക്കാക്കി മാറ്റുക ലൈഫിനെ. സോ ലീവ് ഡേഞ്ചറസ്ലി. അതേപോലെ തന്നെ നിങ്ങളുടെ ബ്രില്യൻസി നിങ്ങളുടെ ലൈഫിൽ കാണിക്കാൻ ഒരിക്കലും മറക്കരുത്. നമ്മളെ പലതും പറഞ്ഞ് പലരും നിരുത്സാഹപ്പെടുത്താനായിട്ട് ശ്രമിക്കും. മേ ബി നമ്മൾ ഓൺ ദ ഫേസിൽ തന്നെ പലതും പറഞ്ഞു തന്നിരിക്കും. അതൊക്കെ അവരുടെ ഡിസ്ക്വാളിഫിക്കേഷനാണെന്ന് മനസ്സിലാക്കുക. കോൺഫിഡൻസ് കുറവാണെന്ന് മനസ്സിലാക്കുക. മനസ്സിൽ ചിരിച്ചുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്, നിനക്ക് എന്താണെന്ന് വേണ്ടതെന്ന് നീ മനസ്സിലാക്കുക. ഓക്കെ, നമ്മൾക്ക് എന്താണ് വേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കി പെരുമാറുക. ലീവ് വൈസ്ലി. ഓക്കെ, അതുകൊണ്ട് ഇന്ന് ഒട്ടും സമയമില്ലാത്തൊരു ദിവസമാണ്. അത് കൂടുതലൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. വേറൊരു വീഡിയോയിൽ നല്ല കണ്ടൻറ്റുമായിട്ട്, നിറയെ സംസാരിക്കുന്ന ഒരു കണ്ടൻറ്റുമായിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ.